താങ്കൾ ഹോങ്കോങ്ങിലും ബീജിങ്ങിലും ഒക്കെ ഡിപ്ലോമാറ്റ് എന്നുള്ള നിലയ്ക്ക് വളരെ സജീവമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഏറ്റവും മനോഹരമായിട്ട് ചൈനീസ് ഭാഷ സംസാരിക്കാൻ അറിയാവുന്ന സർട്ടിഫിക്കേഷൻ നേടിയ വ്യക്തി കൂടിയാണ്. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അസ്വാരസ്യങ്ങളുടെ ഒരു ഭാവിയിലെ വളർച്ച, അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ എങ്ങനെ കാണുന്നു? ഇന്ത്യ ചൈന ബന്ധങ്ങൾ അതിൻ്റെ ഏറ്റവും ഈ അടുത്ത കാലത്തുള്ളതിൽ ഏറ്റവും മോശം സ്ഥിതി, അല്ലെങ്കിൽ 1962 യുദ്ധത്തിന് ശേഷം 1988 രാജീവ് ഗാന്ധി ചൈന സന്ദർശിച്ചപ്പോഴാണ് ബന്ധങ്ങൾ നന്നായി വന്നത്. ആ നന്നായി വന്നുകൊണ്ടിരുന്ന ഒരു പ്രക്രിയയ്ക്ക് വിപരീതമായി ഏറ്റവും മോശമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ത്യ ചൈന ബന്ധം. എന്നാൽ ഇതൊരു വലിയൊരു യുദ്ധമായി മാറും എന്നെനിക്ക് വിശ്വാസമില്ല. അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ടും നമ്മുടെ ബന്ധങ്ങൾ വളരെ മോശമായി നിൽക്കുകയാണ്. ഖത്തറിനെ ഇസ്രയേൽ ആക്രമിക്കാതിരിക്കുന്നത് അവിടെ അമേരിക്കയുടെ ആസ്ഥാനം ഉള്ളത് കൊണ്ടാണ്. ആ ആസ്ഥാനം ഒമാനിലേക്ക് മാറ്റാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ ഒരു ഭാഗത്ത് സജീവമായിട്ടുണ്ട്. അങ്ങനെ ഒമാനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഖത്തറിനെ ആക്രമിക്കാൻ ഉള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ യുദ്ധം ഈ ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധത്തിൽ മാത്രമല്ല, യു എയിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു മൊത്തത്തിലുള്ള അരക്ഷിതാവസ്ഥ എങ്ങനെ കാണുന്നു താങ്കൾ? ഖത്തറിനെ ഇസ്രയേൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നേരെ മറിച്ച് ഖത്തർ ഇന്ന് അവർ മധ്യസ്ഥരായി ചെയ്യുന്ന കാര്യങ്ങൾ ഇസ്രയേലിനും സ്വീകാര്യമാണ്, അമേരിക്കയ്ക്കും സ്വീകാര്യമാണ്, ഹമാസിനും സ്വീകാര്യമാണ്. അതുകൊണ്ട് ഖത്തർ ആ റീജിയണിൽ വളരെ നല്ലൊരു റോളാണ് പ്ലേ ചെയ്യുന്നത്. ഇന്ത്യയുടെ മുൻ നയതന്ത്രജ്ഞൻ, നെതർലൻഡ്സിലെ മുൻ അംബാസിഡർ, രാഷ്ട്രപതിയുടെ മുൻ പ്രസ് സെക്രട്ടറി, സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ മുൻ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി, ചാരപ്രവർത്തനം ആരോപിച്ച് പാകിസ്ഥാൻ വധശിക്ഷയ്ക്ക് വിധിച്ച കുൽഭൂഷൺ ജാദവിന്റെ മോചനത്തിനായി ഇന്ത്യ നിയോഗിച്ച പ്രത്യേക സംഘത്തിലെ അംഗം വേണു രാജാമണി കേരള വിഷൻ ന്യൂസിനോട് സംസാരിക്കുന്നു. കാണുക ജനുവരി 15 തിങ്കൾ രാത്രി 9 ട്രൂ കോളറിൽ.